നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാനിതേ ചുമ്മാ നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാനിവിടെ നിൽക്കുമായിരുന്നു. പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എങ്ങനെയുണ്ട് ലൈഫ്, മാരേജ് ലൈഫ്, കുട്ടികള്, അതൊക്കെ എങ്ങനെ പോകുന്നു? എന്തിനാ നീ ഇത്ര അസ്വസ്ഥയാന്നേ? ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ കുട്ടിയെ? പേടിയോ? എനിക്കോ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പേടിയാണെന്ന്? കുറവോ? എന്റെ ഒറ്റപ്പെടൽ എന്റെ സൗഭാഗ്യാണ്. അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയപ്പോ പെട്ടെന്ന് എനിക്കൊരു ശൂന്യതയായിരുന്നു. എന്ത് ചെയ്യണം, ആരോട് പറയണം, എവിടെ പോകണം എന്നൊന്നും അറിയാതെ ഭയങ്കര ഒരു ഒറ്റപ്പെടലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒറ്റപ്പെടൽ ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ഒന്നോർത്ത് നോക്കിയേ, കല്യാണം കഴിഞ്ഞ് കുട്ടികള്, അവരുടെ മക്കള്, അങ്ങനെ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കുമായിരിക്കും. പക്ഷെ എന്നും ദൈവം ഒരു മനുഷ്യന് സന്തോഷം തരണം എന്നില്ലല്ലോ. അപ്പോൾ ആ വേദനകൾക്കിടയിൽ ഞാൻ ഉരുകുന്നതും തന്നെ തന്നെ പഴിക്കുന്നതും അതിലും ഭേദമല്ലേ ഈ നിശബ്ദതയിൽ എനിക്ക് ഞാനായിട്ടിരിക്കാൻ സാധിക്കുന്നത്. മറ്റു ചിലർ ഇതിനെ ഭ്രാന്തെന്നോ ഒറ്റപ്പെടലെന്നോ അഹങ്കാരമെന്നോ ഒക്കെ വിളിച്ചേക്കാം. പക്ഷെ ഞാനിതിനെ എന്റെ സ്വാതന്ത്ര്യമെന്നാണ് ഞാൻ വിളിക്കുന്നത്. അതേടാ, ഒരു പുരുഷന്റെയോ മക്കളുടെയോ തണലിൽ മാത്രം ജീവിക്കാനല്ലല്ലോ ദൈവം ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം തണലിൽ നിൽക്കുവാനും അവൾക്ക് കഴിയണം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടെപ്പോഴോ അമ്മൂമ്മ പറഞ്ഞു തന്ന ഒരു കാര്യം. നമ്മൾ കിടക്കുമ്പോ നമ്മളുടെ തലയണക്കടിയില് അല്ലെങ്കിൽ നമ്മുടെ തലക്കടിയില് നമ്മുടെ കൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് എപ്പോഴോ അതെനിക്ക് മനസ്സിലായി. സ്വന്തം തണലിൽ നിൽക്കുവാനും ഒരു പെണ്ണിന് കഴിയും. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ശാപമൊന്നും അല്ലെന്നേ, അതൊരു ചോയ്സ് ആണ്. അതൊരിക്കലും പുറത്തു നിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ വഴികളുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളും ഉണ്ട്. കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും സ്വന്തം സന്തോഷം തിരിച്ചറിയുന്നിടത്താണ് ജീവിതം മനോഹരാകുന്നത്. ഞാൻ നിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിച്ചു അല്ലേ? മഴയും വരാറായി. നമുക്കെന്നാ വരാന്തയിലേക്ക് പോയി നിന്നാലോ? എല്ലാവരും താഴെ എത്തിയിട്ടുണ്ടാവും. വാ.